ഹായ് ഗൈസ്, നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ ആയാലോ? എന്താണെന്നല്ലേ, ബട്ടർ ഗാർലിക് എഗ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അല്ലേ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പാൻ എടുക്കുക. ആ പാന് നന്നായി ചൂടായതിന് ശേഷം അതിൽ ബട്ടർ, അത്യാവശ്യം അധികത്തിൽ ബട്ടർ കേട്ടോ. ബട്ടർ ഇട്ടതിന് ശേഷം കുനുകുനാന്നിരിഞ്ഞ് നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി ഇടുക. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരാണ്ട് അടിപൊളിയാട്ടോ. അങ്ങനെ അത് രണ്ടും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 മുട്ട പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി ഉപ്പും ഒരിത്തിരി കുരുമുളക് കുറച്ച് അധികം ഇട്ടോ, കുരുമുളകും ഇടുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ നമ്മുടെ പാനിലേക്ക്, അതായത് ഈ അടുപ്പത്തുള്ള പാനിലേക്ക് ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം എന്താ പറയുക, ആ എഗ്ഗ് നല്ലോണം ഒന്ന് എന്താ പറയുക, ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആക്കുന്നില്ല നമ്മൾ, ആ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആക്കുന്നത് പോലെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അപ്പുറം കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയില്ല, നമ്മളെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി ഇട്ട് ആ ബട്ടറും മൈദപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുട്ടയായിട്ട്, അതായത് നമ്മുടെ ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഈ നമ്മുടെ ഈ മുട്ടയുടെ അത് കുറച്ച് അധികം മുങ്ങണ്ട, ആ ഒരു ഇതിൽ മുട്ടയിൽ ഫുൾ ഫില്ലാകുന്നത് വരെ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം പിന്നെ വലിയ പണിയൊന്നുമില്ല, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു ക്രീമി പരുവത്തിലാവും. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. കിഡിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അത്രയും ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മളെ ഈ എഗ്സ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല, അവർക്ക് വരെ നിങ്ങൾ കൊടുത്തോ, കാരണം അവർക്ക് ഇഷ്ടമാകും. അത്ര ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.